ആയുർവേദ നേത്രചികിത്സ പ്രധാനമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ഇത് ഒരു പരസ്പര പൂരകമായിട്ട് പോകേണ്ട ഒരു ശാസ്ത്രശാഖ തന്നെയാണ്. ഇതിപ്പോൾ എല്ലാം ആയുർവേദത്തിൽ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് ശസ്ത്രക്രിയകൾ പറയുന്നുണ്ട്. അത് ആയുർവേദത്തിൽ പണ്ടുണ്ടായിരുന്നു, പക്ഷേ അത് വെച്ചിട്ട് നമുക്കിപ്പോൾ മെഷർ ചെയ്യാൻ സാധിക്കില്ല. അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജിയൊക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ സർജറിയൊക്കെ പണ്ട് ചെയ്തിരുന്ന ആ മോഡലാണെങ്കിൽ പോലും അതിലൊരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സർജറി മാറ്റി നിർത്താനൊന്നും സാധിക്കില്ല. സർജറി പറ്റാത്ത ഒരുപാട് അസുഖങ്ങൾ കണ്ണിലുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത്. നോൺ സർജിക്കലായിട്ട് അല്ലെങ്കിൽ സർജറി കൊണ്ട് സാധ്യമാവാത്ത ഞരമ്പ് സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ മാക്കുലർ ഹോളിന് സർജറിയാണ് മോഡേണിൽ പറയുന്നത്. ഒരുപാട് 45-50 വയസ്സായവർക്ക് ബാധിക്കുന്ന പ്രശ്നമാണ്. അതോടെ ആ കാഴ്ച പോയി എന്ന് തന്നെയാണ് ഏകദേശമൊക്കെ പറയുക. അതിൽ വലിയൊരു വ്യത്യാസം ഇനി ഉണ്ടാവില്ല, ഇനി ഇതും കൊണ്ട് ജീവിക്കണം എന്നൊക്കെ ഒരുപാട് നിരാശപ്പെട്ടാണ് ആളുകൾ സർജറി ഓപ്റ്റ് ചെയ്യാതെ. അത് സർജറി ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് പോസ്റ്റ് സർജിക്കൽ പ്രയാസങ്ങളുണ്ട്. കമന്ന് കിടക്കുക, ഒരുപാട് എണീറ്റ് നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ പോലും കാഴ്ച റീഗെയിനിങ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അവിടെയാണ് നമ്മൾ ആയുർവേദത്തിൽ ഒരു കേവലം 8-10 ദിവസത്തെ ചികിത്സ ചെയ്യുമ്പോൾ തന്നെ കാഴ്ച വർദ്ധിക്കുന്നു. ഈ ഞരമ്പിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ കണ്ണിന് ഓപ്പറേഷൻ കൂടാതെ തന്നെ കാഴ്ച ഒരുപാട് കേസുകൾ നമുക്കതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് ഓഫ് റെറ്റിന എന്ന് പറയുന്നത് അതൊരു മേജർ പ്രോബ്ലമാണ്. പക്ഷേ ആ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ ആ റെറ്റിന വിട്ടുപോയതാണ്. അതിനെ സർജറി കൊണ്ട് തന്നെ നേരെയാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സർജറി കഴിഞ്ഞിട്ട് ആ കണ്ണിന് ഉണർവ് കൊടുക്കണമെങ്കിൽ അത് മോഡേൺ മെഡിസിനിൽ സാധ്യമല്ല. അവർക്ക് 1 ഇഞ്ച് പോലും കാഴ്ചയ്ക്ക് വ്യതിയാനം നൽകാനുള്ള ഔഷധങ്ങളോ റിക്രിയേറ്റീവായിട്ടുള്ള ഒരു കോൺസെപ്റ്റോ ഇല്ല മോഡേൺ മെഡിസിനിൽ. ഇപ്പോൾ ഒരു ഹീലിംഗ്, ഒരു ഇൻഫെക്ഷൻ വന്നാൽ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ വന്നാൽ അത് സബ്സൈഡ് ചെയ്യാനായിട്ട് സ്റ്റെറോയിഡ്സ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്നല്ലാതെ ഒരു റീക്രിയേറ്റീവായിട്ടോ കൺസ്ട്രക്റ്റീവായിട്ടോ ഉള്ളൊരു കോൺസെപ്റ്റ് ഇല്ല മോഡേണിൽ. ഏത് അസുഖം, ഇപ്പോൾ കണ്ണിൻ്റെ മാത്രമല്ല, വേറെ ഏത് അസുഖത്തിലായാലും. അപ്പോൾ അവിടെയാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി. കാരണം മോഡേൺ ടെക്സ്റ്റിൽ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിസീസാണ് ഒരു 10 പേജ് പറയുക. ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഒരു പാരഗ്രാഫ് പോലും ഇല്ല. ഐദർ നോ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലെസ്സർ ഓപ്ഷൻസ്. നേരെ മറിച്ച് ഈ ആയുർവേദ ടെക്സ്റ്റുകളിൽ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു ശ്ലോകമോ അര ശ്ലോകമോ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ കണ്ടമാനം പറയുന്നുണ്ട്. ഇന്ന രോഗികൾക്ക്, വാദദോഷമുള്ള രോഗികൾക്ക് ഇത്, പിത്തദോഷമുള്ളവർക്ക്, കഫദോഷമുള്ളവർക്ക്, വാദപിത്തദോഷമുള്ളവർക്ക്, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനമായിട്ടുള്ളൊരു അന്തരം. ഇത്ര വർഷം, കാരണം ഒരു 5000 വർഷം എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ 100-200 വർഷത്തെ ഡെവലപ്മെൻറ്റ് എവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യകതയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ ഒരു കാറ്ററാക്ട്, ഇത് കുറച്ച് മുമ്പ് വന്ന പേഷ്യൻറ്റും കാറ്ററാക്റ്റാണ്, അവർക്ക് ഒരു ഇതുള്ളത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ യു ഗോ ആൻഡ് ഡു ദ സർജറി. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ അവരെ ഡയലേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുക എന്താ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് അറിയാനായിട്ട്. അപ്പോൾ അതൊരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞരമ്പിൻ്റെ എന്തെങ്കിലും ഉണ്ട് എന്ന് അപ്പോൾ കാണുകയാണെങ്കിൽ വി വിൽ ഗോ ഫോർ ആയുർവേദിക് തെറാപ്പീസ്. സബ്ജക്റ്റീവായിട്ട് നമ്മൾ എന്താണ് പ്രൈമറി കംപ്ലൈൻ്റ് എന്നുള്ളത് നോക്കും. പിന്നെ റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കും. ഇപ്പോൾ OCT, ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി, റെറ്റിനയുടെ മാക്കുലയുടെ സ്ട്രക്ചർ സ്കാൻ പോലെ കാണിച്ചു തരുന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. 10-25 വർഷമായിട്ടുള്ളൂ അത് വന്നിട്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഡയബറ്റിക് മാക്കുലർ എഡിമ ഉണ്ടായി, ഡയബറ്റീസ് കൊണ്ട് 7-8 വർഷം ഡയബറ്റീസ് ഉണ്ടായി, അത് കൺട്രോൾ അല്ലാതെയോ അല്ലെങ്കിൽ മോഡറേറ്റ് കൺട്രോളിലാണ് പോകുന്നതെങ്കിൽ അത് കണ്ണിനെ ബാധിക്കാം. രക്തത്തെയാണ് ബാധിക്കുന്നത്, രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ കണ്ണിലാണ് ഏറ്റവും അധികം ചെറിയ രക്തക്കുഴലുകളുള്ളത്, കണ്ണിലും കിഡ്നിയിലും. അതുകൊണ്ടാണ് ഈ കിഡ്നിയും കണ്ണിനെയും അത് ബാധിക്കുന്നത്. ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് വന്ന് കണ്ണിൽ നീർക്കെട്ടുണ്ടാക്കും. അപ്പോൾ നീർക്കെട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഓഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ണിലേക്ക് പരിശോധിച്ചാലോ ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ചാലോ ഒന്നും അത് കാണില്ല, ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് OCT എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ സ്കാനിങ് ഉണ്ട്.
ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ്, അതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ സ്വെല്ലിങ് എവിടെയാണ് ഉള്ളത്, ഏത് ഭാഗത്താണ് ഉള്ളത്, കൃത്യമായ മാക്കുലയിലാണോ അതോ അതിൻ്റെ അപ്പുറം ഇപ്പുറം വിട്ടിട്ടാണോ, ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡോക്യുമെൻറ്റേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ്, എന്താണ് ആ പേഷ്യൻറ്റിൻ്റെ ദോഷത്തിൻ്റെ വ്യത്യാസങ്ങൾ, ത്രിദോഷങ്ങളിൽ ഏതാണ് അഗ്രസീവായിരിക്കുന്നത്, ഏതാണ് കൂടിയിരിക്കുന്നത്, ഏതാണ് പ്രകൃതി എന്താണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ലിമിറ്റ് ചെയ്തുകൊണ്ട് മെഡിസിൻസ് ചെയ്യാൻ പറ്റും, തെറാപ്പീസ് ചെയ്യാൻ പറ്റും. പൊതുവേ നമ്മൾ പഞ്ചകർമ്മ അല്ലെങ്കിൽ പഞ്ചകർമ്മ ശോധന ചികിത്സ എന്ന് പറയുന്ന ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നേത്ര ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ നേത്ര ചികിത്സയ്ക്കായിട്ട് ചില പ്രത്യേക കർമ്മങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ഷോർട്ട് സൈറ്റ് ഉണ്ടാവും. ഷോർട്ട് സൈറ്റ് ഉണ്ടാവുന്നതിന് നമ്മളെന്താ പരിഹാരം? ഉടനെ ഡോക്ടറെ കണ്ടു, കാഴ്ച പരിശോധിച്ചു. ഇയാൾക്ക് ഇത്ര 0.75 ഇതുണ്ട്, അത് വെച്ചോളൂ. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ ഈ ഗ്ലാസ് മാറ്റാവൂ, വേറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആയുഷ്കാലം നമ്മളെ ഒരു കണ്ണടധാരിയാക്കുകയാണ്, അല്ലേ? ആ കണ്ണട എപ്പോഴെങ്കിലും ആരെങ്കിലും മാറ്റിയതായിട്ട് ചരിത്രമുണ്ടോ? ഇല്ല. ആ ഒരു എന്താ പറയുക, അതിനെ നമ്മൾ സഹിക്കുക. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വയ്ക്കുമ്പോൾ ഉള്ള ഒരു ഗ്ലാസ് വയ്ക്കുന്ന ആൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അയാളുടെ ഏരിയ ഓഫ് ഫീൽഡ് വിഷൻ കുറയും, ഇല്ലേ? ആ ഗ്ലാസ് ഇരിക്കുന്ന അത്രയും ഭാഗത്തെ ഫീൽഡിലേ കാണാൻ സാധിക്കുള്ളൂ. സൈഡിലെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടുള്ള. ഇപ്പോൾ ഒരു ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ ഓക്കെ, വലിയ നമ്പറാണെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ്. പിൻ കുഷൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത കണ്ണിൽ പണ്ട് കാലത്തൊക്കെ സോഡ ഗ്ലാസ് വയ്ക്കുന്ന ആളുകൾ, അത് അവർക്കൊരു കുഷൻ ഇരുന്നാൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. ഒരു അസ്റ്റിഗ്മാറ്റിക് കറക്ഷൻ, അതായത് ഒരു ആക്സിസിൽ ഒരു പവർ, മറ്റേ ആക്സിൽ മറ്റേ പവർ, അങ്ങനെയുള്ള ആളുകൾക്ക് അതുപോലത്തെ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഡിപ്പെൻഡൻസി കൂട്ടുന്ന ഒരു ഏർപ്പാടാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ചികിത്സ എന്ന് ഒരിക്കലും ആയുർവേദം കൊണ്ട് പറയാൻ സാധിക്കില്ല. അതൊരു ടൂൾ മാത്രമാണ്, നമ്മളെ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്യിക്കാൻ സമ്മതിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ടൂൾ. പക്ഷേ അതിന് കൊടുക്കുന്ന വിലയോ കണ്ണിൻ്റെ വിലയാണ്. കണ്ണിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള ഫോക്കസ് ചെയ്യാനുള്ള ശക്തി കുറേയും കൂടെ താഴോട്ട് പോവുക. സപ്പോസ് ഒരാൾ വ്യക്തി ഗ്ലാസ് വയ്ക്കുകയാണെങ്കിൽ ഇയാൾ 0.75 ഗ്ലാസ് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ -1 ഗ്ലാസ് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു കാലത്തും -1 നിന്ന് താഴെ പോകാൻ പോകണില്ല, ഇത് -1 നിന്ന് മുകളിലേക്ക് പോകത്തുള്ളൂ. അടുത്ത വർഷം -1.5 ആവും, അതിനടുത്ത വർഷം -2 ആവും. ഇയാൾ എത്രത്തോളം നിയർ വർക്ക് കൂടുതൽ ചെയ്യുന്നു. ഇപ്പോൾ ഇന്നാലത്തെ ഇപ്പോൾ 10-30 വർഷം കൊണ്ട് മൊബൈലിലാണല്ലോ, ഒരു 15 വർഷം കൊണ്ട് മൊബൈൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് യഥാർത്ഥത്തിൽ ഡിഫോൾട്ട് ഫോക്കസിങ് ഉള്ളത് ഡിസ്റ്റൻസിലേക്കാണ്. അപ്പം അതിനെ നമ്മൾ ധിക്കരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ മൊബൈൽ കാണുന്നത്. ഒരു പുസ്തകം പോലും നമ്മൾ ഇങ്ങനെ വായിക്കുക, ഒരു 30 സെൻറ്റിമീറ്റർ, ഹാഫ് ആം ഡിസ്റ്റൻസ് എന്ന് പറയും. മൊബൈലാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, അതെന്തോ അങ്ങനെയാണ് ഒരു ശീലം, അല്ലേ? എല്ലാവരും മൊബൈൽ ഇങ്ങനെയല്ലേ? ആരെങ്കിലും മൊബൈൽ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 20 അടി എവിടെ ഇരിക്കുന്നു, 20 സെൻറ്റിമീറ്റർ അവിടെ ഇരിക്കുന്നു. അത്രയും ഡിസ്റ്റൻസിനെ നമ്മൾ കണ്ണിൻ്റെ മസിലിനെ നമ്മൾ പുറകോട്ട് വലിക്കുകയാണ് ഈ ഫോക്കൽ ലെങ്ത് ഇവിടെ കിട്ടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് കുറേ നേരം കഴിയുമ്പോൾ ഈ കണ്ണ് വിചാരിക്കും, ഞാനെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് എൻ്റെ പവർ ദൂരേക്ക് ആക്കി വെക്കണം, ഇയാൾ ഏത് നേരം ഇതിനകത്താണ്. അപ്പോൾ എന്ത് പറ്റും? അഡാപ്റ്റബിലിറ്റി. നമ്മൾ സ്ഥിരമായിട്ട് ഒരാൾ വ്യായാമം ചെയ്യുന്ന ആളുടെ കൈയൊക്കെ നല്ല വണ്ണവും ഇതില്ലേ, ഈ ഷോൾഡർ ഇതൊക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെ ചെയ്യുന്നു. ഒരു 2 മാസം അയാളുടെ കൈ ഒടിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റർ ഇട്ട് കഴിയുക, ഇതങ്ങ് ശോഷിച്ചു പോകും, ഇല്ലേ? എന്നിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഉഴിയുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പൂർവാധികം പഴയ സ്റ്റേജിലോട്ട് വരുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ അവയവം. കണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മയോപ്പിക്കാവും, പിന്നെ അയാൾക്ക് ദൂരേക്ക് കാണാൻ കണ്ണട വേണ്ടി വരും. അപ്പം ആ ഒരു കാര്യമാണ് നമ്മൾ കണ്ണിനെ കാരണം എന്ന് പറയും, കോസ്. ആ കാരണത്തെയാണ് നമ്മൾ അകറ്റി നിർത്താനായിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതോടുകൂടി ഈ പവർ കുറയ്ക്കാനുള്ള, അയാൾക്ക് ദൂരേക്ക് കാണാനുണ്ടായ പ്രയാസം, മസിലിൻ്റെ ആ വർക്ക് ചെയ്യായ്മ, അത് ചികിത്സ ചെയ്തുകൊണ്ട് മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കുട്ടികളിലെ ഗ്ലാസ് നമ്മൾ ഒഴിവാക്കാൻ. ഇപ്പോൾ വലിയ നമ്പറൊക്കെ ഒഴിവാക്കുന്നല്ല പറഞ്ഞ്, പക്ഷേ ഈ പറയുന്ന 0.75, 1, 2, 3, ഇപ്പോൾ മിലിറ്ററിയിൽ പോകുന്ന ഒരുപാട് പേര്, ഡിഫൻസിലേക്ക് പോകുന്ന ആൾക്കാർ, NDAയിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളൊക്കെ 8ാം ക്ലാസ് മുതൽ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് അപ്പോൾ പവർ കണ്ടുപിടിച്ച ആദ്യമാണ് മാതാപിതാക്കൾക്ക്. അയ്യോ ഇവനെ ഡിഫൻസിലെങ്ങനെ, കാരണം ജനിക്കുമ്പോൾ തന്നെ കന്യാസ്ത്രീ ആക്കാമെന്ന് പറയുന്ന, ജനിക്കുമ്പോൾ തന്നെ ഇവനെ ഡിഫൻസിലാക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയും കൊണ്ട് നടക്കുന്നവർക്ക് അവരുടെ അച്ഛനപ്പന്മാരൊക്കെ ഡിഫൻസിലുണ്ടായി. ഇപ്പോൾ നോർത്ത് ഇന്ത്യ ചണ്ഡീഗറിലൊക്കെ ഒരുപാട് പേര് അങ്ങനെയാണ്. ഫാമിലീസ് ഡിഫൻസിലേക്ക് അവരുടെ ഒരു സ്വപ്നമാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്കൊക്കെ പ്രയാസം വരുന്നത് ഈ ഒരു പവർ കാണുമ്പോഴാണ്. നമ്പർ കിട്ടി, ഈ നമ്പർ ഇത് ഗ്ലാസ് വെച്ചു. കാരണം ഇവൻ്റെ ഏത് നേരം ഈ മൊബൈൽ പരിപാടിയാണേ, അത് നമുക്ക് തടുക്കാൻ പറ്റുന്നില്ല. 2 വയസ്സ് മുതൽ കുഞ്ഞിനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി അച്ഛനമ്മമാർ ജോലിക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ വീട്ടിൽ തിരക്കുണ്ടാവും. ഉടനെ മൊബൈൽ എടുത്ത് കൊടുത്ത് കുഞ്ഞ് ഇത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഫ് ലേറ്റ് കുറേയൊക്കെ മാറ്റം അതിന് വരുന്നുണ്ട്. കാരണം ഒരു ജനിച്ച കുട്ടികൾ 5 വയസ്സ് വരെയൊക്കെ കുറേയൊക്കെ തടസ്സം കൊടുക്കാതെയൊക്കെ നോക്കുന്നുണ്ട്. ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വാശി പിടിക്കാനും പറ്റില്ല, ഇവൻ കണ്ടമാനം ഇതാവില്ല. അപ്പോൾ അതിനെ ഒരു തന്മയത്വമായിട്ട് കൗൺസിലിങ്ങിൽ കൂടെ ഇതിൻ്റെ പാടില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരിയ്ക്കുമ്പോൾ മാതാപിതാക്കൾ മൊബൈലിൽ എൻഗേജ് ആവാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കൾച്ചർ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ പലരും ഞാൻ ചോദിക്കുമ്പോൾ കുട്ടികൾ മൊബൈലുണ്ടോ? ഇല്ല, ഉപയോഗിക്കുന്നില്ല. അവർ തീർത്ത് പറയും ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയിലെ വെളിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഇല്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന കുറവാണ്, നമ്മളിപ്പോൾ കൊടുക്കാറില്ല അധികം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഗ്ലാസ്സിൽ നിന്ന് മാറാനുള്ളൊരു വലിയൊരു ഘടകം. അല്ലെങ്കിൽ ഈ ഒരു റേറ്റിൽ പോയി കഴിഞ്ഞാൽ 2050 ആകുമ്പോൾ ഏകദേശം 800 കോടിയിൽ, അന്നൊക്കെ 900 കോടിയാവും, 450 കോടി തന്നെ ആൾക്കാരെ കണ്ണട വയ്ക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അത്രയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചക്കുറവിനെ നമ്മൾ ലഘൂകരിച്ച് കണ്ടിട്ട് ഈ ഗ്ലാസ് കൊണ്ട് കന്നഡ വ്യവസായികൾക്ക് കൊള്ളാം, ഈ ഗ്ലാസ് കൊണ്ട് നമ്മളതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു ആൻസറല്ല. അവിടെ നമുക്ക് ഏറ്റവും അധികം ആയുർവേദത്തിൻ്റെ പ്രസക്തി എന്ന് ഇന്ന് പറയുന്നത് ഈ കുട്ടികളിലെ റിഫ്രാക്റ്റീവ് എററിലാണ്. അസ്റ്റിഗ്മാറ്റിസം ആവട്ടെ, ഷോർട്ട് സൈറ്റ് കുട്ടികൾക്കുണ്ടാകുന്ന പ്ലസ് നമ്പർ, ലോങ് സൈറ്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെരട്ടോകോണസ്. ചെറിയ പ്രായത്തിൽ കണ്ണിന് അലർജി ഉണ്ടാവുക, അല്ലെങ്കിൽ മൊബൈൽ നോക്കി കണ്ണ് കഴിക്കുമ്പോൾ ഇവൻ കണ്ണ് തിരുമാൻ തുടങ്ങും. ഇങ്ങനെ തിരുമി കുറേ കഴിയുമ്പോൾ ഈ കണ്ണിനകത്ത് കൃഷ്ണമണിയുടെ അറ്റത്തൊരു ഇതുണ്ട്, എപ്പിത്തീലിയം ഉണ്ട്. അതിനിടയ്ക്കൊരു സ്ട്രോമ എന്ന് പറയുന്ന ലെയറുണ്ട്. അതൊരു പ്രോട്ടീൻ ലെയറാണ്, അതൊരു മെഷ് വർക്കാണ്. ആ മെഷ് വർക്കിനകത്തെ കൊഴുപ്പ് പുറത്തോട്ട് ചാടും, ബ്രേക്കാവും. ഇത് തിരുമല്ലേ, ശക്തമായിട്ട് തിരുമുക. അപ്പോൾ ടെൻഡറായിട്ടുള്ള കണ്ണാണ് കുട്ടികൾക്ക് 4-5 വയസ്സ് വരെ പ്രായത്തിൽ, അല്ലെങ്കിൽ 10 വയസ്സ് വരെ 15 വയസ്സ് വരെയൊക്കെ അത്ര കട്ടിയില്ല, സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലെൻസാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരുപാട് ഞെരടിക്കഴിഞ്ഞാൽ കണ്ണിൽ ചെലുത്തുന്ന പ്രഷർ കൊണ്ട് അത് താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു മെഷ് വർക്ക് ലീക്കാകുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ജെല്ല് പോലത്തെ സാധനമാണ്, ആ സാധനം തൂങ്ങാൻ തുടങ്ങും. അതാണ് കെരട്ടോകോണസ്. കോണിക്കലായിട്ടുള്ള, കെരട്ടോ എന്ന് പറയുന്നത് കൃഷ്ണമണിക്ക് പറയുന്ന ലാറ്റിൻ പേരാണ് കെരട്ടോ. കോണസ് കോണിക്കൽ കോർണിയ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന് ഉടനെ C3R വൈറ്റമിൻ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതുണ്ട്. പക്ഷെ അതുകൊണ്ട് കാഴ്ച കൂടുന്ന അവർ തന്നെ പറയുന്നില്ല. അത് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. മാറ്റാൻ എന്ന് പറഞ്ഞാൽ തിക്നെസ് കൂട്ടാൻ പറ്റും, കാഴ്ച വർദ്ധിപ്പിക്കാൻ പറ്റും. അത് കാഴ്ച വർദ്ധിക്കുന്ന C3R കാഴ്ച വർദ്ധിപ്പിക്കാൻ പറയുന്നില്ല. കോർണിയൽ ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. കോർണിയയുടെ ഫ്ലാപ്പ് എടുത്ത് മാറ്റിയിട്ട് അവിടെ വൈറ്റമിൻ B12 ഇഞ്ചക്ഷൻ ടൈംലി ഇത് വെച്ചിട്ട് മെഷേർഡായിട്ട് ഇത് കൊടുത്തിട്ട് പിന്നെ ഈ ഫ്ലാപ്പ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ പറയുന്നത് ആ തിക്നെസ്സിനെ ഒരു പരിധിവരെ തടയാനേ പറ്റുള്ളൂ. അത് തിക്നെസ് കുറയുന്നതിനെ ഒരു പരിധിവരെ തടയാൻ പറ്റും, പക്ഷേ കാഴ്ച വർദ്ധിക്കുന്നു പറയുന്നില്ല. നേരെ മറിച്ച് ആയുർവേദം ഇതൊന്നുമില്ലാതെ തന്നെ കണ്ണിലെ ചികിത്സകൾ ചെയ്തുകൊണ്ട് തന്നെ കാഴ്ച വർദ്ധിക്കുന്നുമുണ്ട്, കനം കൂടുന്നുമുണ്ട്. അപ്പോൾ ഏതാ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അപ്പോൾ അതിന് നടപടിയാവേണ്ടത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഹെൽപ്പ് ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കാലാന്തരത്തിൽ ഈ ഗ്ലാസ്സുകളിലേക്ക് ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. വെള്ളെഴുത്തെന്ന് പറയുന്ന ഒരു രോഗമല്ലല്ലോ. ഇപ്പോൾ തിലകൻ പറഞ്ഞ പോലെ മൂത്ത കോഴിയെ കണ്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞ പോലെ കിലുക്കത്തിലൊരു സീനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതൊരു 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ മസിൽ ടോൺ കട്ടി കൂടുന്നു, അതിൻ്റെ ടോൺ, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയും. അപ്പോൾ നമ്മുടെ കണ്ണ് ഫോക്കസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെൻസ് ഇങ്ങനെ കോൺട്രാക്റ്റ് ആവണം. നമ്മുടെ കണ്ണിനകത്തൊരു ലെൻസ് ഇരിപ്പുണ്ട്, ആ ലെൻസ് ഇങ്ങനെ കോൺട്രാക്റ്റ് ആകുമ്പോഴാണ് അടുത്തേക്ക് നമ്മൾ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറയും. ഇങ്ങനെ ആവേണ്ടതിന് വരാം. കുട്ടികൾക്ക് ഇത്രയാവും, അതൊരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആയി തുടങ്ങും, അത്ര ഇതാവത്തില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ പകരം ഒരു ലെൻസ് വെച്ച് കൊടുക്കുകയാണ്. കാരണം അതൊരു ഏജിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിനെ കുറേയൊക്കെ ഐ എക്സസൈസ് കൊണ്ടും ട്രീറ്റ്മെൻറ്റ് കൊണ്ടും തെറാപ്പീസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ 40 വയസ്സ് കണ്ണ് കാണാൻ വയ്യാത്തവനെ ചിലപ്പോൾ 45 വയസ്സ് വരെ കൊണ്ടുപോകാൻ പറ്റും.
അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 50 വയസ്സ് വരെയൊക്കെ ഒരുവിധമൊക്കെ വായിക്കാനൊക്കെ ആയിട്ടുള്ളൊരു. ഇപ്പോൾ ചില ആൾക്കാർ കാണുന്ന 40-39 വയസ്സാകുമ്പോഴേ കണ്ണട വെച്ചിട്ട് മൊബൈൽ നോക്കുകയാണ് ഇല്ലേ. ഇപ്പോൾ നിരന്തരമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്ര ആവശ്യം വരില്ല. ഇപ്പോൾ മൊബൈലൊക്കെ നോക്കണമെങ്കിൽ ഉടനെ കണ്ണെടുത്ത് വയ്ക്കുന്നവരുണ്ട് ചില ആൾക്കാർ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ തീരെ അങ്ങ് ഇതിന് എഗെയിൻസ്റ്റ്, കാരണം അത് എഗെയിൻസ്റ്റ് ദ റൂളാണ് ഇല്ലേ. ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വ്യതിയാനം. ഇപ്പോൾ ഒരു 85 വയസ്സുള്ള ആൾ നമ്മൾ നാളെ പോയി ജിമ്മിൽ പോയി ആരോഗ്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അത് പതിവായിട്ട് ചെയ്യുന്നവർക്കത് പാലിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. എക്സെപ്ഷനായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ എഗെയിൻസ്റ്റ് ദ റൂളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും ധാരണ അത് എല്ലാവർക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു 90% അങ്ങനെ വായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ദൂരെ ഒരു കാര്യം നോക്കാൻ പറയണം. അവർ മയോപ്പിക് ആയിരിക്കും, ഷോർട്ട് സൈറ്റഡ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഷോർട്ട് സൈറ്റ് എന്നുള്ള പേര് വന്നത്? അടുത്ത് കാണുന്നത് ഷോർട്ട് സൈറ്റുണ്ട്, ദൂരേക്ക് സൈറ്റില്ല. അപ്പോൾ ഈ ദൂരേക്ക് സൈറ്റില്ലാത്ത, ഇപ്പോൾ ഒരു മൈനസ് പവർ വെച്ചിരിക്കുന്ന ഒരാൾ 45 വയസ്സായി, ഇയാൾക്ക് ഈ ഗ്ലാസ് മാറ്റിയാൽ തന്നെ ഇയാൾക്ക് വായിക്കാൻ പറ്റും. വേറൊരു ഗ്ലാസ് അഡീഷണൽ വെക്കേണ്ട ആവശ്യമില്ല, ന്യൂട്രലാവും. അതായത് മൈനസ് പവർ ഇരിക്കുന്ന ആളുടെ മൈനസ് എടുത്ത് മാറ്റിയാൽ ആ മൈനസ് പ്ലസ് ആവും. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? താൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു മൈനസ് ആയിട്ടുള്ളൊരു സാധനം, ദൂരേക്കുള്ള പവർ കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ ഈ സാധനം ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ അയാൾ ക്ലിയറാണ് എന്ന് പറഞ്ഞ പോലെയുള്ളൂ. 80 വയസ്സുള്ള ആൾ ഇത് വായിക്കുന്നില്ല അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതിന് കാര്യം, ഹി മേ നോട്ട് ബി ഏബിൾ ടു സീ ദ ഡിസ്റ്റൻസ്. നേരെ മറിച്ച് 80 വയസ്സ് കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാറ്ററാക്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാണെങ്കിൽ ഒരുപക്ഷെ വായിക്കാൻ സാധിക്കില്ല. കാരണം ഇയാളുടെ ലെൻസ് മിക്കവാറും ശതമാനം ആളുകൾക്ക് ഡിസ്റ്റൻസിലേക്ക് ക്ലാരിഫൈ ചെയ്തിട്ടാണ് ലെൻസ് ഫോക്കസ് ചെയ്യുക. കണ്ണിനകത്ത് വയ്ക്കുന്ന കൃത്രിമ ലെൻസ് ദൂരേക്ക് ഫോക്കസ് ചെയ്യാനായിരിക്കും. ചില ആളുകൾ, ചില ഡോക്ടർമാർ പറയാറുണ്ട്, ഒരു കണ്ണ് ദൂരേക്ക് ഫോക്കസ് ചെയ്യും, ഒരു കണ്ണ് അടുത്തേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇയാൾക്ക് പേപ്പർ വായിക്കുന്നതിനും ഗ്ലാസ് വേണ്ട, ഒരു കണ്ണുകൊണ്ട് പേപ്പർ വായിക്കും, മറ്റേ കണ്ണുകൊണ്ട് ദൂരേക്ക് കാണും. അപ്പോഴും നമ്മൾ ഫൈൻ വിഷനിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഓവർലാപ്പിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഒരു കണ്ണ് അവിടുത്തെ ഫോക്കസാണ്, ഒരു കണ്ണ് ഇവിടുത്തെ ഫോക്കസാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്നും പക്ഷേ പ്രാക്ടിക്കലി വലിയ വിഷയങ്ങൾ വരുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ആളുകൾ 40 വയസ്സ് കഴിഞ്ഞാൽ പ്രസ്ബിയോപ്പിക്ക് അനുഭവപ്പെടില്ല. പക്ഷേ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദെയർ ഡിഫക്റ്റീവ് ഡിസ്റ്റൻറ്റ് വിഷൻ. ഇതിനോടൊപ്പം തന്നെ അപൂർവമായിട്ടാണ് കാണുന്നത് കണ്ണിനകത്ത് വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത്. അതൊക്കെ റെറ്റിനോബ്ലാസ്റ്റോമ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് കോശങ്ങൾ ഒന്നുമില്ല. വേറെ നമ്മുടെ ശരീരത്തിൽ എവിടെ വരുന്നത് പോലെ ഇതിനൊരു പ്രത്യേക കാരണം പറയാനില്ല. നമുക്ക് ആകെ കൂടി പറയാനുള്ളത് ജനിതകമായ തകരാറുകൾ, 2 വിഷലിപ്തമായ ആഹാരം, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മൈക്രോൺസ്, അത് ശരീരത്തിനകത്ത് ചെന്നിട്ട് അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ. ഇപ്പോൾ പറയുന്നില്ലേ, ബ്രെയിൻ സെൽസിനെ ബാധിച്ചിട്ടാണ് ഈ കുട്ടികൾക്കുള്ള എന്താണ് ഈ അസുഖം പറയുന്നില്ലേ, കൊച്ചു കുട്ടികളിലുണ്ടാകുന്ന ഓട്ടിസം. ഈ ഓട്ടിസം ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പ്ലാസ്റ്റിക് മാലിന്യമാണെന്നൊരു സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ണിന് ഗോചരമല്ലാത്ത ഒരുപാട് മൈക്രോൺസ് രീതിയിൽ ശരീരത്തിനകത്ത് കിടന്നിട്ട് അത് ദൂരവ്യാപകമായ ജനിതകമായിട്ടുള്ള മാറ്റം അമ്മയെ കൂടെ വളർത്തി കൊച്ചിലേക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റെറ്റിനോബ്ലാസ്റ്റോമ എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ഇതാണ്. അതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതൊക്കെ ഉറക്കവും മാനസിക സമ്മർദ്ദവും കണ്ണിനെ സ്ട്രെയിൻ ഉണ്ടാക്കും, മസിലിനെ സ്ട്രെയിൻ ഉണ്ടാക്കും. വായനയ്ക്ക് ഇപ്പോൾ ഒരാൾക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്, ഇയാൾക്ക് വായിക്കാനൊക്കെ ഞാൻ ഈ പറഞ്ഞ മസിലിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഫോക്കസിനെ മാറ്റാനുള്ള നമുക്കിപ്പോൾ അറിയുന്ന പോലുമില്ല. ഇപ്പോൾ ഒരാൾ നമുക്കൊരു സെക്കൻഡ്, സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് കൊണ്ട് നമുക്ക് ദൂരെയും കാണാം, അടുത്തും കാണാം, ദൂരെയും കാണാം, അടുത്തും കാണാം. അപ്പോൾ അങ്ങനെ അവർക്ക്, പ്രായമായവർക്ക് അല്ലെങ്കിൽ ഈ ഉറക്കം ഇളച്ചിരിക്കുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും കാരണം അടുത്തേക്കുള്ളത് എപ്പോഴും ഒരു സ്ട്രെയിനാണ്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്ക് അതിനേക്കാളൊക്കെ ഒരുപാട് ശക്തി ഈ മസിലിനുള്ളതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതൊരു ക്ഷീണമുള്ള ആളുകൾക്ക് ഇത് അറിയാൻ പറ്റും. വായിക്കാനുമ്പോൾ ബ്ലർ വരും, കാഴ്ച മങ്ങൽ പോലെ ഉണ്ടാകും. മൊബൈലിൽ നോക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ ശരീരത്തെ പോലും ക്ഷീണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. അങ്ങനെ അത് 2 കാര്യം: 1 അഡിക്ഷൻ, 2 ഡിസ്റ്റൻസ്, 3 നോൺ ബ്ലിങ്കിങ് വായന. മൊബൈൽ നോക്കുമ്പോൾ എത്ര പേര് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ? നൗ യു ആർ ബ്ലിങ്കിങ് അല്ലേ? എത്ര പേര് മൊബൈലിൽ, ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ കുറവാണ്. 15-20 ബ്ലിങ്ക് വേണ്ടെടുത്ത് ചിലപ്പോൾ 2-3 ബ്ലിങ്കേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അത് കൃഷ്ണമണി നമ്മുടെ കണ്ണിന് മുമ്പിലുള്ള സർക്കിളില്ലേ, കൃഷ്ണമണി പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യത്തെയാണ്. ഒന്ന് കണ്ണുനീരിനെ, ഒന്ന് പുറത്തുള്ള വായു. ഈ രണ്ട് കാര്യം കൊണ്ടാണ് അത് ജീവിക്കുന്നത്. അതിന് രക്തക്കൊഴലുകളില്ല. കൃഷ്ണമണിയുടെ സൈഡ് വരെ ലിംബസ് വരെ ഉള്ളൂ രക്തക്കൊഴലുകൾ. അതിനകത്തോട്ട് രക്തക്കൊഴലില്ല. അതിനകത്തോട്ട് കൊടുക്കുന്ന സപ്ലൈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കണ്ണുനീരാണ്. കണ്ണിൻ്റെ നനവാണ് അതിന് കൊടുക്കുന്ന ന്യൂട്രീഷൻ. കണ്ണുനീരെന്ന് പറയുന്നത് വെറും വെള്ളമല്ല. അതിനകത്ത് നാച്ചുറൽ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, നാച്ചുറൽ ഓയിൽ കണ്ടൻ്റ് ഉണ്ട്, വാട്ടറുണ്ട്. ഈ 3 സാധനങ്ങൾ ചേരുമ്പോഴാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, കാരണം ഒരു ബ്ലിങ്ക് ചെയ്താൽ ചിലപ്പോൾ അവനൊരു ലക്ഷമായിരിക്കും നഷ്ടപ്പെടുന്നത്. ഒരു സ്റ്റോക്ക് മാർക്കറ്റുകാരനോട് നമ്മൾ ബ്ലേഡാ നീ ബ്ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ ബ്ലിങ്ക് ചെയ്യുന്ന സമയം കൊണ്ട് പോകുന്നത് ഏതെങ്കിലും സെക്യൂരിറ്റീസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ കണ്ണിൽ ഇതങ്ങ് പോവുകയാണ്, നറിഷ്മെൻറ്റ് കുറയാണ്. അത് ക്ഷീണം ഉണ്ടാക്കും. കുറേ കഴിയുമ്പോൾ കണ്ണ് തുറക്കാൻ വയ്യായക, തുറന്നാൽ വേദന എടുക്കും. കണ്ണ് ചിലപ്പോൾ അടയ്ക്കാൻ വയ്യായക, ഉറക്കം കിട്ടായക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ക്ഷീണം വരും, മസിലിന് ക്ഷീണം വരും. പിന്നെ ഈ തോട്ട് പ്രോസസ്സിങ്, ഈ കാണുന്ന വിഷ്വൽസ് മനസ്സിൽ കൂടെ ഇങ്ങനെ പോവല്ലേ, ഇത്ര അടുത്തുകൂടെ കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പ്രയാസം ഉണ്ടാകുന്നത്.